ഒരു പുതിയ കാർ വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാതെ തന്നെ 10,000 തൊട്ട് 20,000-ത്തിലധികം പണം അധികമായി അടച്ചിട്ടുണ്ടാകാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ആ പണം മുഴുവൻ സർക്കാരിൻ്റെ പക്കൽ തന്നെ കിടക്കണമെന്നില്ല. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിയമപ്രകാരം അത് ടാക്സ് ക്രെഡിറ്റായി ഉപയോഗിക്കാനും അധിക തുകയാണെങ്കിൽ റീഫണ്ടായി തിരികെ വാങ്ങാനും കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾ 12 ലക്ഷം രൂപയുടെ ഒരു കാർ വാങ്ങുന്നു എന്ന് കരുതുക. 1% TCS ബാധകമാണെങ്കിൽ 12 ലക്ഷം ഇൻറ്റു 1% 12,000. അതായത് കാർ വാങ്ങുമ്പോൾ തന്നെ 12,000 TCS ആയി ഈടാക്കാം. ഇതെങ്ങനെ തിരിച്ചു കിട്ടും? ഫോം 27D എന്താണ്? ഇൻകം ടാക്സ് പോർട്ടലിൽ ഇത് എവിടെയാണ് കാണുന്നത്? കാർ വാങ്ങിയപ്പോൾ അടച്ച TCS എങ്ങനെ ക്ലെയിം ചെയ്യാം? ഇതെല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിൽ നോക്കാം. അതിനാൽ വീഡിയോ അവസാനം വരെ കാണണം. ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. കാർ വാങ്ങിയാൽ സർക്കാർ നിങ്ങൾക്ക് സമ്മാനമായി പണം തരുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇവിടെ പറയുന്നത് TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന നികുതിയെക്കുറിച്ചാണ്. അതായത് ചില ഉയർന്ന മൂല്യമുള്ള ഇടപാടുകളിൽ വിൽപ്പനക്കാരൻ വാങ്ങുന്നയാളിൽ നിന്നും നിശ്ചിത തുക ഈടാക്കി സർക്കാരിലേക്ക് അടയ്ക്കുന്ന സംവിധാനമാണ് TCS. പിന്നീട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ അടച്ച TCS നിങ്ങളുടെ ടാക്സ് ക്രെഡിറ്റായി പരിഗണിക്കപ്പെടും. അതുകൊണ്ടാണ് പലർക്കും ഇത് കാർ വാങ്ങുമ്പോൾ കൊടുത്ത പണം തിരികെ കിട്ടുമോ എന്ന് സംശയമുണ്ടാകുന്നത്. ഇനി ഈ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. കാർ വാങ്ങുമ്പോൾ TCS എന്താണ്? TCS എന്നതിൻ്റെ ഫുൾ ഫോമാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഇൻകം ടാക്സ് നിയമത്തിലെ സെലക്ഷൻ 206(1)(f) ആണ് മോട്ടോർ വെഹിക്കിളുമായി ബന്ധപ്പെട്ട TCSൻ്റെ പ്രധാന വ്യവസ്ഥ. സാധാരണയായി 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള മോട്ടോർ വെഹിക്കിൾ വിൽപ്പനയ്ക്ക് TCS ബാധകമാകുന്ന സാഹചര്യമാണ് ഇവിടെ പറയുന്നത്. അതിനാൽ ഒരു പുതിയ കാർ വാങ്ങുമ്പോൾ ഇൻവോയ്സിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാർ പ്രൈസ്, GST, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ റിലേറ്റഡ് ചാർജസ് എന്നിവയ്ക്കൊപ്പം TCS എന്നൊരു തുകയും കാണും. ഇവിടെ പലരും ചെയ്യുന്ന ഒരു തെറ്റ് എന്താണെന്നറിയാമോ? TCS കണ്ടിട്ട് ഇതും കാർ വിലയുടെ ഭാഗമായി മറ്റൊരു ടാക്സാണ്, ഇനി ഇത് തിരികെ കിട്ടില്ല എന്ന് കരുതുന്നു. അങ്ങനെയല്ല. TCS നിങ്ങളുടെ പേര് ശേഖരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കുന്ന ടാക്സാണ്. അത് പിന്നീട് നിങ്ങളുടെ ഇൻകം ടാക്സ് റെക്കോർഡ്സിൽ ക്രെഡിറ്റായി പ്രതിഫലിക്കാം. 12 ലക്ഷം കാറിൻ്റെ ഉദാഹരണം. ഇതൊരു എക്സാമ്പിൾ ഉപയോഗിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ 12 ലക്ഷം രൂപയുടെ കാർ വാങ്ങുന്നു. ബാധകമായ TCS റേറ്റ് 1% ആണെന്ന് കരുതാം. അപ്പോൾ 12 ലക്ഷം ഇൻറ്റു 1% 12,000, അതായത് 12,000 TCS. ഇനി മറ്റൊരു ഉദാഹരണം. 15 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ 1% TCS 15,000. 20 ലക്ഷം രൂപയുടെ കാറാണെങ്കിൽ 1% TCS 20,000. അതായത് കാർ വില കൂടുന്തോറും TCS തുകയും കൂടും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. TCS ഒരു അധികമായി പെർമനൻ്റ്ലി നഷ്ടപ്പെടുന്ന പണം എന്ന രീതിയിൽ കാണേണ്ടതില്ല. നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിൽ അടച്ചിട്ടുള്ള TCS ടാക്സ് ക്രെഡിറ്റായി പരിഗണിക്കാം. പക്ഷേ ഞാൻ 12,000 TCS അടച്ചു, അതിനാൽ 12,000 ഉറപ്പായും ബാങ്ക് അക്കൗണ്ടിൽ റീഫണ്ടായി കിട്ടും എന്ന് കരുതരുത്. ഇതാണ് ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഇയറിലെ ആകെ ടാക്സ് ലിബിലിറ്റി എത്രയാണെന്നതിനെ ആശ്രയിച്ചാണ് TCS എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ടോട്ടൽ ടാക്സ് ലിബിലിറ്റി 50,000 ആണെന്ന് കരുതുക. കാർ വാങ്ങിയപ്പോൾ നിങ്ങൾക്ക് 12,000 TCS അടച്ചിട്ടുണ്ട്. അപ്പോൾ ആകെ 12,000 നിങ്ങളുടെ ടാക്സ് ക്രെഡിറ്റായി കണക്കാക്കാം. അത് നിങ്ങളുടെ ടാക്സ് ലിബിലിറ്റിക്കെതിരെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ബാക്കി ടാക്സ് ലിബിലിറ്റി 50,000 മൈനസ് 12,000 38,000. അതായത് TCS അടച്ചതുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് ലിബിലിറ്റി തന്നെ ഇല്ലാതാകുന്നില്ല. മറിച്ച് നിങ്ങൾ അടച്ച TCS നിങ്ങളുടെ ടാക്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റായി പരിഗണിക്കപ്പെടുകയാണ്. ഇനി മറ്റൊരു സിറ്റുവേഷൻ നോക്കാം. നിങ്ങളുടെ ഫൈനൽ ടാക്സ് ലിബിലിറ്റി 8,000 മാത്രമാണെന്ന് കരുതുക. പക്ഷേ കാർ വാങ്ങുമ്പോൾ നിങ്ങൾ 12,000 TCS അടച്ചു. അപ്പോൾ TCS 12,000, ടാക്സ് ലിബിലിറ്റി 8,000, അധികമായി ക്രെഡിറ്റ് ഉള്ളത് 4,000. ഇൻകം ടാക്സ് റിട്ടേൺ ശരിയായി ഫയൽ ചെയ്ത് ആവശ്യമായ നിബന്ധനകൾ പാലിച്ചാൽ ഈ അധിക തുക റീഫണ്ടായി ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് TCS എന്നത് കാർ വാങ്ങിച്ചപ്പോൾ കൊടുത്ത പണമായി എന്നല്ല, നിങ്ങളുടെ ടാക്സ് കമ്പ്യൂട്ടേഷൻ അനുസരിച്ച് അത് ടാക്സ് ലിബിലിറ്റിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യപ്പെടുകയോ എക്സസ് ഉണ്ടെങ്കിൽ റീഫണ്ടായി ലഭിക്കുകയോ ചെയ്യാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻറ്റ്, ഫോം 27D. കാർ വാങ്ങുമ്പോൾ TCS ഈടാക്കിയ
ഡിക്ലെയറിനോട് സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് ചോദിക്കാം. ഫോം 27D എന്നത് TCS കളക്ഷൻ്റെ സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് കാർ വാങ്ങുമ്പോൾ ഇൻവോയ്സ് മാത്രം വാങ്ങി നിർത്തരുത്. നിങ്ങളുടെ TCS ഡീറ്റെയിൽസ് ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഡീലർ TCS സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ടോ, നിങ്ങളുടെ പാൻ ശരിയായി നൽകിയിട്ടുണ്ടോ, TCS എമൗണ്ട് ശരിയാണോ, ഇവയെല്ലാം പരിശോധിക്കുന്നത് പ്രധാനമാണ്. കാരണം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാനുമായി ബന്ധപ്പെട്ട ടാക്സ് റെക്കോർഡിൽ TCS ക്രെഡിറ്റ് പ്രതിഫലിക്കേണ്ടതുണ്ട്. ഇനി പലരും ചോദിക്കും ചോദ്യം, ഞാൻ അടച്ച TCS ഇൻകം ടാക്സ് പോർട്ടലിൽ കാണുന്നുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കും? നിങ്ങളുടെ ടാക്സ് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ TCS ഡീറ്റെയിൽസ് ലഭ്യമായിരിക്കണം. ഇവിടെ ഫോം 26AS ആൻഡ് AIS പോലുള്ള ടാക്സ് ഇൻഫർമേഷൻ റെക്കോർഡ് പ്രധാനമാണ്. കാർ വാങ്ങിയപ്പോൾ ഡീലർ നൽകിയ TCS ഡീറ്റെയിൽസും ഇൻകം ടാക്സ് റെക്കോർഡ്സിൽ കാണുന്ന വിവരങ്ങളും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പാൻ നമ്പർ തെറ്റായി നൽകിയാൽ അല്ലെങ്കിൽ ഡിക്ലെയറിൻ്റെ TCS റിപ്പോർട്ടിങ്ങിൽ പ്രശ്നമുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാണുന്നതിൽ വൈകലോ മിസ്മാച്ചോ ഉണ്ടാകാം. അതിനാൽ കാർ വാങ്ങുമ്പോൾ പാൻ ഡീറ്റെയിൽസ് ശരിയായി നൽകുക, TCS എമൗണ്ട് പരിശോധിക്കുക, ഫോം 27D സൂക്ഷിക്കുക, ഇൻകം ടാക്സ് റെക്കോർഡ് പരിശോധിക്കുക. ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയാണ് പല യൂട്യൂബ് വീഡിയോയിലും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. കാർ വാങ്ങിയാൽ 1% സർക്കാർ തിരികെ തരും എന്ന് മാത്രം പറഞ്ഞാൽ അത് പൂർണ്ണമായ എക്സ്പ്ലനേഷൻ അല്ല. TCS ഒരു ടാക്സ് കളക്ഷൻ മെക്കാനിസമാണ്. നിങ്ങളുടെ ഫൈനൽ ഇൻകം ടാക്സ് കോമ്പറ്റീഷൻ എന്നത് പറയുന്നത് എന്നാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾ ടാക്സ് ലിബിലിറ്റി ഉണ്ടെങ്കിൽ TCS അതിലേക്ക് ക്രെഡിറ്റായി ഉപയോഗിക്കാം. TCS ക്രെഡിറ്റ് നിങ്ങളുടെ ഫൈനൽ ടാക്സ് ലിബിലിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ആപ്ലിക്കബിൾ റൂൾസ് പ്രകാരം എക്സസ് എമൗണ്ട് റീഫണ്ടായി ലഭിക്കാം. അതുകൊണ്ട് TCS ഗ്യാരണ്ടഡ് ക്യാഷ് ഗിഫ്റ്റ് എന്ന് കരുതരുത്. TCS നിങ്ങളുടെ പേരിൽ കളക്ട് ചെയ്ത് ടാക്സ് ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കുന്നതാണ് ശരി. ഇനി മറ്റൊരു ചോദ്യം, സർക്കാർ എന്തിനാണ് കാർ വാങ്ങുമ്പോൾ TCS ഈടാക്കുന്നത്? ഇതിന് പിന്നിൽ ടാക്സ് കംപ്ലയൻസ് ആണ് പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ ടാക്സ് സിസ്റ്റത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യുന്നതിനും ഇത്തരം മെക്കാനിസം സഹായിക്കുന്നു. TCS എന്നത് വിൽപ്പനക്കാരൻ വാങ്ങുന്നയാളിൽ നിന്ന് കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് അടയ്ക്കുന്ന സംവിധാനമാണ്. അതായത് നിങ്ങൾ കാർ വാങ്ങുന്നു, ഡീലർ നിങ്ങളിൽ നിന്ന് ബാധകമായി TCS കളക്ട് ചെയ്യുന്നു, ഡീലർ അത് സർക്കാരിലെ റിമിറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ പാനുമായി ബന്ധപ്പെട്ട ടാക്സ് റെക്കോർഡിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. പിന്നീട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ടാക്സ് റെക്കോർഡ് പരിഗണിക്കാം. ഇതാണ് ബേസിക് ഫോളോ. ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്, കാർ വാങ്ങിയാൽ 1% ക്യാഷ് ബാക്ക് കിട്ടും. അത് തെറ്റാണ്. ഇത് ക്യാഷ് ബാക്ക് അല്ല, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് TCS ആണ്. രണ്ടാമത്, 12,000 TCS അടച്ചാൽ 12,000 ഉറപ്പായും ബാങ്കിൽ റീഫണ്ട് വരും. എല്ലായ്പ്പോഴും അങ്ങനെയല്ല, നിങ്ങളുടെ ഫൈനൽ ടാക്സ് ലിബിലിറ്റി അനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് റീഫണ്ട് ഉണ്ടാകുന്നു. മൂന്നാമത്, ഫോം 27D ആവശ്യമില്ല. ഇതും ശരിയല്ല. TCS കളക്ഷൻ്റെ സർട്ടിഫിക്കറ്റുമായി ഫോം 27D പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് അത് ലഭ്യമാക്കുകയും ടാക്സ് റെക്കോർഡുമായി ഡീറ്റെയിൽസ് പരിശോധിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ പുതിയ കാർ വാങ്ങാൻ പോവുകയാണെങ്കിൽ ഈ ചെക്ക് ലിസ്റ്റ് ഓർമ്മിക്കുക. നമ്പർ 1, കാറിൻ്റെ വില 10 ലക്ഷത്തിന് മുകളിലാണോ എന്ന് പരിശോധിക്കുക. നമ്പർ 2, ബാധകമായ TCS എമൗണ്ട് ഇൻവോയ്സിൽ ശരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുക. നമ്പർ 3, ഡീലർ നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് ശരിയായി നൽകിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. നമ്പർ 4, ഫോം 27D വാങ്ങി സൂക്ഷിക്കുക. നമ്പർ 5, ഇൻകം ടാക്സ് റെക്കോർഡിൽ TCS ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്പർ 6, ITR ഫയൽ ചെയ്യുമ്പോൾ TCS ക്രെഡിറ്റ് ശരിയായി ക്ലെയിം ചെയ്യുക. ഇവയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ടാക്സ് പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ സഹായം തേടുന്നത് നല്ലതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 10 ലക്ഷത്തിന് മുകളിൽ വിലയുള്ള കാർ വാങ്ങുമ്പോൾ ബാധകമായ സാഹചര്യത്തിൽ TCS ഈടാക്കാം. ഉദാഹരണത്തിന് 12 ലക്ഷം കാറിന് 1% എന്ന നിരക്കിൽ 12,000 TCS വരാം. പക്ഷേ അത് സർക്കാർ നിങ്ങൾക്ക് സമ്മാനമായി നൽകുന്ന പണമല്ല, നിങ്ങളുടെ പേരിൽ കട്ട് ചെയ്ത് ടാക്സ് ക്രെഡിറ്റ് ആണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ടാക്സ് ലിബിലിറ്റിക്കെതിരെ ഉപയോഗിക്കാം. അധിക ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ബാധകമായ നിബന്ധനകൾ പ്രകാരം റീഫണ്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാർ വാങ്ങാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്യുക. കാർ വാങ്ങാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള നികുതി, സർക്കാർ നിയമനങ്ങൾ, സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന സാമ്പത്തിക വിവരങ്ങൾ ലളിതമായി അറിയുവാൻ വോയിസ് ഓഫ് RBR ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.